ശല്യം സാധനം. അപ്പൊ ഇതിനകത്തുള്ള ഈ പ്രാണികളൊക്കെ ഉണ്ടായിട്ട് വെള്ളം നമുക്ക് ഓരോ ബക്കറ്റിൽ നിന്ന് താഴോട്ട് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. ഈ ട്രെയിൽ സാധാരണ വെക്കുന്ന ഈ മാസം ഈ 2025 മാർച്ചോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലുടനീളം ഏകദേശം 210ഓളം ബയോബിനുകളാണ് ഇന്ന് വിതരണം നടത്തുന്നത്. മുൻവർഷങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവർകൾ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി JV ബിന്ദു അവർകൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള വിഷ്ണുരാജ് ഇവിടെ ഉണ്ടായിരുന്നു, വിഷ്ണുരാജ്, ഏറെ ബഹുമാന്യരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ VEOമാർ, ഏറെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന പ്രവർത്തകർ, അതുപോലെ തന്നെ ഈ ബയോബിൻ മേടിക്കുന്നതിന് വേണ്ടി വിവിധ വാർഡുകളിൽ നിന്ന് ഇന്ന് 1 മുതൽ 6 വരെയുള്ള വാർഡുകളെയാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാരിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഈ മാർച്ച് മാസത്തോടുകൂടി നമ്മുടെ സംസ്ഥാനമൊട്ടാകെ സമ്പൂർണ്ണ മാലിന്യ ശുചിത്വമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ കാലങ്ങൾ കൊണ്ട് തന്നെ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ 2-3 പ്രോജക്റ്റുകളായിട്ട് നമ്മളെ ഗ്രാമപഞ്ചായത്ത് ബയോബിൻ എന്ന് പറയുന്ന ഒരാശയം മുൻപോട്ട് വയ്ക്കുകയും ഈ ബയോബിൻ നമ്മുടെ വാർഡുകളിൽ എല്ലാ വീടുകളിലും ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തു വന്നിരിക്കുകയാണ്. അപ്പം ഇതിന് നമ്മൾ പഞ്ചായത്ത് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതിൻ്റെ സമയത്ത് നമ്മൾ ഈ അപേക്ഷ വിളിക്കുന്ന സമയത്ത് ഇതിന് ആവശ്യക്കാർ ഒരുപക്ഷെ വാർഡുകളിൽ നിന്നും അത്തരത്തിൽ മുമ്പോട്ട് വരാത്ത സാഹചര്യമാണ്. ഒരുപക്ഷെ അപേക്ഷകൾ തരികയും ഇതിൻ്റെ പൈസ അടയ്ക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ ആരും തന്നെ എത്തിച്ചേരാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചുകൂടെ മാറ്റമുണ്ട്. ഇപ്പോൾ ഏകദേശം 210ഓളം പേർക്കാണ് നമ്മുടെ 15 വാർഡിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് വിതരണം നടത്തുന്നത്. മുഴുവൻ പേർക്കും നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും, പക്ഷേ ആൾക്കാർ ഇതിലേക്ക് എത്തിച്ചേരുന്നതിൽ ഒരു കുറവുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ ബയോബിൻ വിതരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അത് ഏറ്റെടുക്കുന്നതിന് നമ്മൾ അപേക്ഷകൾ സ്വീകരിക്കുകയും ആ സമയത്ത് നമുക്ക് അപേക്ഷകൾ വേണ്ടത്ര കിട്ടാതിരിക്കുകയും ഈ അപേക്ഷയിൽ ഉൾപ്പെട്ട് വരുന്നവർ തന്നെ പിന്നെ അത് മേടിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യവും അതുപോലെ തന്നെ ജൈവമാലിന്യവും കൂടി വരുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ വീടുകൾ എടുത്തു നോക്കിയാലും അത്തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമ്മളെ പ്രിയമുള്ള സഹോദരിമാരായിട്ടുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ വന്ന് ശേഖരിക്കുകയും അതിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഫുഡ് വേസ്റ്റുകളും ഇത്തരം രീതിയിൽ തന്നെ അതിനെ സംസ്കരിച്ചുകൊണ്ട് നമുക്ക് വളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോബിൻ എന്ന പ്രോജക്റ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അടുക്കള മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതിൽ ജൈവവളം മാത്രമേ നമുക്ക് ഉപയോഗിച്ച് ജൈവവളം മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. പ്ലാസ്റ്റിക് പോലുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പ്ലാസ്റ്റിക് അതുപോലുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഇതിനകത്തേക്ക് നിക്ഷേപിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങളായിട്ട് വരുന്ന ഇപ്പം അതിൻ്റെ വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്നത് സാധാരണ ഈ പറയുന്ന കണക്ക് തെങ്ങിൻ്റെ മൂട്ടിലൊക്കെയാണ് നമ്മൾ തട്ടുന്നത്. അപ്പോൾ അത് ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് ഈ വളമാക്കി മാറ്റുന്നതിനുള്ള ഒരു ഇനോക്കുലം നമ്മളത് ചാക്കായിട്ടാണ് തരുന്നത്. അപ്പോൾ ആ ചാക്കിനകത്തുള്ള ഇനോക്കുലം കൃത്യമായി ഒരളവ് നിശ്ചിതമായിട്ട് ഒരു ചിരട്ടയുടെ അളവിൽ നമുക്ക് വേസ്റ്റ് ഇടുന്നതോടുകൂടി പിറ്റേ ദിവസത്തെ ഇത് വളമായി മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളമായി മാറാൻ 30 മുതൽ 40 ദിവസം വരെ എടുക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ഇവിടെ പഞ്ചായത്ത് ഈ പ്രൊജക്റ്റ് വെക്കുമ്പം നമ്മൾ വെച്ചിരുന്നത് 200-നടുത്തുള്ള ഗുണഭോക്താക്കൾക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ അത്ര അപേക്ഷകൾ വന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും പഞ്ചായത്ത് ഇടപെട്ട് അപേക്ഷകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി വീണ്ടും ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ എണ്ണം തികയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ നമ്മൾ ടെൻഡർ ചെയ്തിട്ടാണ് ഈ ബയോബിന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടെൻഡറിൽ ചെയ്യുമ്പോൾ പലരും പല റേറ്റാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 1300 രൂപ മുതൽ 1800 രൂപ, 2120 ഇതിൻ്റെ മാക്സിമം റേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് പുറത്ത് ഈ ബയോബിൻ എന്ന് പറയുന്നത് കിട്ടില്ല, നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. നിങ്ങൾ ചെന്നാലും ഏത് കടയിൽ ചെന്നാലും നിങ്ങൾക്ക് ഈ സാധനം കിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ 2120 രൂപ എന്ന് പറയുന്ന ആ റേറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുകയുള്ളൂ.
ഇപ്പോൾ പഞ്ചായത്തിൽ ഈ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വെറും 10% ഗുണഭോക്തൃ വീതം ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം തന്നേക്കുന്നത്. നിങ്ങൾ എത്ര രൂപ അടച്ചത് നിങ്ങൾക്കറിയാം. ഓരോരുത്തർ അടച്ച പൈസ നിങ്ങൾക്കറിയാം. 152 രൂപയാണ് അടച്ചത്. അതായത് ഇതിൻ്റെ 90% വില സർക്കാർ പഞ്ചായത്ത് മുഖാന്തരമാണ് വിതരണം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് 1520 രൂപയാണ് ഈ ബയോബിന്നിൻ്റെ ഇവിടെ ടെൻഡർ ചെയ്ത വില. അതിൽ 10% നിങ്ങൾ അടച്ചു. 152 രൂപ അടയ്ക്കുമ്പോൾ ബാക്കി പൈസ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടുവാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗം ചെയ്യണം, അതിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് വരും വർഷങ്ങളിൽ എല്ലാ വീടുകളിലേക്കും ഇത് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ആ സമയത്തുള്ള അന്നത്തെ ഗുണഭോക്തൃ വിധം എത്രയാണോ അത് അവർ അടക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലുള്ളത് നമുക്കൊരു 3 ബക്കറ്റ് ഉണ്ട്. ഇത് കണക്കത്തെ 3 നമുക്ക് സെറ്റ് ചെയ്യാൻ കസേരയുടെ മുകളിൽ പാടാം. ഇതിൻ്റെ മുകളിലാണ് ബയോബിന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ആ ട്രേ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കുക. അതായത് ഈ രീതിക്ക് ട്രേ അടിയിലേക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം ആദ്യത്തെ ഇത് 3 ഒരേ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, 3 ഒരേ ഇതിലുള്ളതാണ്. ആദ്യത്തെ ഇത് അതിരിക്കും. അല്ല അതിലിരിക്കത്തില്ല. ആദ്യത്തെ അതിൻ്റെ മേളിൽ വെക്കുക. വെച്ചതിന് ശേഷം ഈ ബക്കറ്റ് എൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. വലിയ അത് കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഇതാവണ്ട. എല്ലാ മാസം വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് നമ്മൾ അതിൻ്റെ ക്ലാസ് കൊടുക്കും. ഇത് തിരിച്ചാണ് തോന്നുന്നത്. തിരിച്ച് ഈ പൈപ്പ് ഓരോന്നിലും നമ്മൾ വെച്ച് കൊടുക്കണം. അതിങ്ങോട്ട് തിരിച്ച് ബക്കറ്റ് പൈപ്പ് നമ്മൾ ഏതാണ്ട് ഈ അറ്റം ഉണ്ടല്ലോ, അതായത് ഇത് ഇച്ചിരി വലിപ്പം കൂടിയതാണ്. ഈ വലിപ്പം കുറഞ്ഞ സൈഡാണ് നമ്മൾ താഴേക്ക് വെക്കുന്നത്. മറ്റേ ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. താഴത്തെ വരത്തില്ലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും. ഇത് വെച്ച് അതങ്ങെടുത്തേ. വെച്ചു. ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ താഴെ ഇതിൽ നമുക്ക് അതിലില്ല. നേരത്തെ എന്ന് വെച്ചാൽ ഈ ട്രേ ഇല്ലായിരുന്നു. ട്രേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിയിൽ അല്ല നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അടിയിൽ ട്രേക്ക് പകരം ബേസ് വരും പഴയത്. പക്ഷെ ഇപ്പം നമുക്ക് ഈ ട്രേ തരുന്നതുകൊണ്ട് അവർ അത് മാറ്റിയിട്ട് 3 എണ്ണം അല്ലാതെ സെറ്റ് ചെയ്തേക്കുന്നു. മുകളിലത്തെ